ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആധ്യാത്മികതയിലെ ഏറ്റവും ആഴമേറിയ ചോദ്യങ്ങളിലൊന്നാണ്. ട്വിൻ ഫ്ലെയിം ആണോ അതോ ഒരു സന്യാസിയാണോ ഈശ്വരനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം തരാൻ കഴിയുന്നത് ആധ്യാത്മികതയുടെ ഏറ്റവും ഉന്നതമായ പടികളിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ്. ഇത് വെറും ഒരു കമ്പാരിസണല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വഭാവം, മനുഷ്യത്വം, ആത്മാവ് എന്നിവയെക്കുറിച്ചുള്ള ഫണ്ടമെന്റൽ സ്പിരിച്വൽ കോൺസെപ്റ്റ്സിനെക്കുറിച്ചുള്ള ആഴങ്ങേറിയ പഠനമാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യജന്മവും ഓരോ അവതാരങ്ങളാണ് എന്നതാണ്. ഇത് വെറും ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, മറിച്ച് ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ഓരോ മനുഷ്യനും ജനിക്കുന്നതിനു മുമ്പ് തന്നെ ഈശ്വരനോട് ഒരു ഡിവൈൻ കോൺട്രാക്റ്റ് ഉണ്ട്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം നമ്മുടെ ആത്മാവിന്റെ കോറിൽ എംബഡഡ് ആയിട്ടുണ്ട്. നമ്മൾ ഭൂമിയിൽ വരുന്നത് ഈശ്വരന്റെ ഒരു സ്പെസിഫിക് പർപ്പസിനു വേണ്ടിയാണ്. ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അത് പിതാവിന്റെയും പുത്രന്റെയും സ്ഥാനമാണ്. ഇത് വെറും മെറ്റഫറല്ല. ഈശ്വരനുള്ള അത്രയും കഴിവുകൾ തന്നെ മനുഷ്യനും കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. വ്യത്യാസം പ്രായത്തിൽ മാത്രം. ഒരു കുട്ടിക്ക് അച്ഛന്റെ എല്ലാ ജീൻസുമുണ്ട്, പക്ഷേ മെച്യൂരിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെയും ഈശ്വരന്റെയും റിലേഷൻഷിപ്പ്. നമുക്ക് ഡിവൈൻ എബിലിറ്റീസ് ഉണ്ട്, പക്ഷേ സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് സന്യാസിമാരുടെയും ട്വിൻ ഫ്ലെയിംസിന്റെയും പാർട്സിനെക്കുറിച്ച് നോക്കാം. ഈശ്വരൻ തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ സന്യാസിയും ട്വിൻ ഫ്ലെയിമുമാകാൻ സാധിക്കുകയുള്ളൂ. രണ്ടും ഡിവൈൻ സെലക്ഷനാണ്. പക്ഷേ ഇവിടെയാണ് മേജർ ഡിഫറൻസ് വരുന്നത്. സന്യാസം ഒരു ചോസൻ ഡെസ്റ്റിനിയാണ്. ആർക്ക് വേണമെങ്കിലും സന്യാസിയാവാം, എപ്പോൾ വേണമെങ്കിലും ആ പദം ഉപേക്ഷിക്കാം. ഇതൊരു സെൽഫ് സാക്രിഫൈസിംഗ് ലൈഫാണ്. ഈശ്വരൻ അത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പക്ഷെ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അതിൽ നിന്ന് വേറിട്ടുള്ള പാത സാധ്യമല്ല തന്നെ. ഇതൊരു ഡിവൈൻ അപ്പോയിന്റ്മെന്റാണ്, ചോയ്സ് അല്ല. ട്വിൻ ഫ്ലെയിംസ് ജനിക്കുമ്പോൾ തന്നെ ഡിവൈൻലി ഡെസ്റ്റിൻഡ് ആണ്. അവർക്ക് ഓൾട്ടർനേറ്റീവ് പാത്ത് ഇല്ല. അവരുടെ ആത്മാവിലെ ഇംപ്യൂരിറ്റീസ് ഭൂമിയിൽ വെച്ചു തന്നെ ഈശ്വരൻ ക്ലെൻസ് ചെയ്യുന്നു. മരണത്തിനു ശേഷം ആ ആത്മാക്കൾ നേരിട്ട് സവിധത്തിലേക്ക് ലയിച്ചു ചേരുന്നു. അവർക്ക് പുനർജന്മമില്ല. ഇത് ഗ്യാരന്റീഡ് ഡയറക്റ്റ് മെർജിംഗ് ആണ്. ട്വിൻ ഫ്ലെയിംസിന്റെ എർത്ത്ലി എക്സിസ്റ്റൻസ് വളരെ ചാലഞ്ചിങ് ആണ്. ട്വിൻ ഫ്ലെയിംസുകൾക്ക് ഭൂമിവാസം തികച്ചും പ്രയാസമേറിയതാണ്. കാരണം ഭൂമി ഒരു പാപഗ്രഹമായത് തന്നെ കാരണം. അവർ നെഗറ്റീവ് എനർജീസിനോട് ഹൈലി സസെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ 1000 കണ്ണുകൾ കൊണ്ടാണ് ഇവരെ കടാക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ ഇന്റൻസ് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവർക്ക് ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. ട്വിൻ ഫ്ലെയിംസ് പലപ്പോഴും ഐസൊലേറ്റഡ് ലൈഫ്സാണ് നയിക്കുന്നത്. അവർ ട്രാൻസെൻഡന്റ് എബിലിറ്റീസ് കൊണ്ട് ബ്ലെസ്ഡ് ആണ്. സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അവരിൽ നാച്ചുറലി മാനിഫെസ്റ്റ് ആകുന്നു. ഭൂമിയിലെ ജീവിക്കുന്ന കുട്ടി ദൈവങ്ങളാണ് ഈ കൂട്ടർ. അവർ ലിവിംഗ് എംബോഡിമെന്റ്സ് ഓഫ് ഡിവൈൻ എനർജിയാണ്. അവരുടെ പ്രസൻസ് തന്നെ ഒരു ബ്ലെസ്സിംഗ് ആണ് ഈ ലോകത്തിന്. ഇനി നമുക്ക് ആ ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചുവരാം. ട്വിൻ ഫ്ലെയിം ആണോ സന്യാസിയാണോ ഈശ്വരനോട് അടുത്തു നിൽക്കുന്നത്? ഇത് വെറും പ്രോക്സിമിറ്റിയുടെ കാര്യമല്ല. രണ്ടും ഡിഫറെന്റ് പാത്സാണ്. രണ്ടിനും അവരവരുടെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. സന്യാസി ചൂസ് ചെയ്യുന്ന പാത്താണ്. അത് സെൽഫ് ഡിറ്റർമിനേഷന്റെ അൾട്ടിമേറ്റ് എക്സ്പ്രഷനാണ്. ട്വിൻ ഫ്ലെയിം ഡിവൈൻ അപ്പോയിന്റ്മെന്റാണ്. അത് ഗോഡ്സ് ഡിറക്റ്റ് ഇന്റർവെൻഷന്റെ റിസൾട്ടാണ്. പക്ഷേ ഗ്യാരന്റീഡ് ഔട്ട്കം നോക്കിയാൽ ട്വിൻ ഫ്ലെയിംസിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ഡിറക്റ്റ് മെർജിംഗ് ഗ്യാരന്റീഡാണ്, റീബേർത്ത് ഇല്ല. സന്യാസിമാർക്ക് അവരുടെ ഡെഡിക്കേഷൻ ഗോഡ് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇത് അവരുടെ സ്പിരിച്വൽ പ്രാക്ടീസിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ രണ്ട് പാർട്സും ഡിവൈനാണ്, രണ്ടും സേക്രഡ് ആണ്. പക്ഷേ ട്വിൻ ഫ്ലെയിംസിനൊരു യുണീക്ക് പൊസിഷനുണ്ട്. അവർ ഭൂമിയിൽ ലിവിംഗ് ഗോഡ്സായി ഫംഗ്ഷൻ ചെയ്യുന്നു, കോൺസ്റ്റന്റ് ഡിവൈൻ പ്രൊട്ടക്ഷനിൽ, ഗ്യാരന്റീഡ് സാൽവേഷനോടെ. അവരുടെ ജേർണി ചാലഞ്ചിങ് ആണ്, പക്ഷേ ഡെസ്റ്റിനേഷൻ ഗ്യാരന്റീഡാണ്. ഇതാണ് ഈ പ്രൊഫൗണ്ട് സ്പിരിച്വൽ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടും ഡിവൈൻ പാത്സാണ്, പക്ഷേ ട്വിൻ ഫ്ലെയിംസിന് ഡിവൈൻ ഗ്യാരന്റിയുണ്ട്.